കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മനസ്സിലൊരു പേരുണ്ടെന്ന് കോവളം MLA എം വിൻസെന്റ്. കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയും. കടകംപള്ളി സുരേന്ദ്രനിലേതടക്കം തെറ്റായ സ്ഥാനാർത്ഥിത്വമെന്നും അത് BJPക്ക് സീറ്റുകൾ നേടിക്കൊടുത്തെന്നും എൻ വിൻസെന്റ് 24നോട് പറഞ്ഞു. സംസ്ഥാനത്താകെ UDF തരംഗം, അതോടൊപ്പം കോവളത്തെ മിന്നും വിജയം കൂടി പറഞ്ഞു വെക്കണം. വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. എന്ത് തോന്നുന്നു? അതെ, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. തോൽവി ഉണ്ടായപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് 10 വർഷം ഭരിച്ചല്ലോ, അതുകൊണ്ടുള്ളൊരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ളതാണ്. പക്ഷേ കോവളത്തും എം വിൻസെന്റിന്റെ കാര്യത്തിലും അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയ അല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും അല്ലേ? അതെ, ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന ന്യായീകരണമാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ കണ്ടില്ല? തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി തേർഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ അവർ പ്രചരണം നടത്തിയിരുന്നത്. അപ്പോൾ അവരെ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് റിസൾട്ടിൻ്റെ അന്ന് രാവിലെ വരെ പ്രഖ്യാപിച്ച നേതാക്കൾ റിസൾട്ട് വന്നത് 10 വർഷം എന്നാൽ പിന്നെ അവർക്ക് മത്സരിക്കാൻ മാറിയെന്നൂടെ? പ്രതീക്ഷിച്ചിരുന്നോ 102 സീറ്റ്? തീർച്ചയായും. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നല്ലോ 100+. പ്രതിപക്ഷ നേതാവ് ആദ്യം നല്ല കിട്ടും, പിന്നീട് 100+ലേക്ക് പോവും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അത് റൂട്ട് ലെവലിൽ അദ്ദേഹത്തിനും അതിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. എം വിൻസെന്റിന്റെ ഒരു അഭിപ്രായം എന്താണ്? ആരാകണം മുഖ്യമന്ത്രി? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതവിടെ പറയാം. പരസ്യ പ്രഖ്യാപനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നമ്മൾ പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. പേരുണ്ട് മനസ്സിൽ? അല്ല, പേരുകൾ എല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ വിഷയം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാം വളരെ സ്മൂത്തായി നല്ല ഒരു തീരുമാനം ഉണ്ടാവും. NDA മുന്നണിക്ക് 3 സീറ്റാണ് ഇത്തവണ കേരളത്തിൽ. ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഈ ആശങ്കയൊന്നുമില്ല. അത് ഒരിക്കൽ ജയിച്ചാൽ പിന്നെ അടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ നേമത്ത് അവരൊരിക്കൽ ജയിച്ചു, പിന്നീട് അവർ പരാജയപ്പെട്ടു. കാരണം അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ വിഷയങ്ങൾക്കോ സഹിഷ്ണുതയോടുകൂടി പോകാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഈ 3 സീറ്റുകളിലും LDFന് ആയിരുന്നല്ലോ 1-2 സ്ഥാനങ്ങളിൽ. BJPയും LDFും ആയിരുന്നു അടുത്തടുത്ത സ്ഥാനങ്ങളിൽ. അത് LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ശരിയായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ കോവളത്തുകാരൻ എന്തെങ്കിലും പുതിയത് പ്രതീക്ഷിക്കാനുണ്ടോ? കോവളത്ത് വരാനൊന്നുമില്ല. നല്ലൊരു വികസനം പ്രതീക്ഷിക്കാം UDF സർക്കാർ വന്നുകൊണ്ട്. കോവളം MLA 3ാമതും അംഗം ജയിച്ചിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ കോവളത്ത് പുതിയ പ്രവർത്തികൾ, വികസനമൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതികരണമായി വരുന്നത്. ക്യാമറമാൻ രഞ്ജിത് ഫ്രാൻസിസിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.